നമ്മൾ നോക്കിയാൽ ഈ ഒരു കാലയളവിൽ 20ഓളം വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമിന്റെ ഫ്ലോസ് കാരണം നടക്കേണ്ടി വന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കാൻ ഒരു യോഗ്യതയുമില്ല. ഒരു മോറൽ ഗ്രൗണ്ടിൽ ആ ഒരു സീറ്റിൽ ഇപ്പോഴും അയാൾ ഇരിക്കുന്നത് തന്നെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റമിന് ഒരു ബ്ലണ്ടർ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെയോടൊപ്പം തന്നെ NTA പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് നോട്ട് ഈവൻ എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു കറപ്റ്റ് ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ഗവൺമെന്റിന്റെ ഫോഴ്സും പോലീസ് ഫോഴ്സും ബാരിക്കേഡ്സും വിദ്യാർത്ഥികളെ തടയാൻ വേണ്ടി ഇന്ന് ഇവിടെ ഉള്ളത്. പക്ഷേ SFIയുടെ നിലപാട് ഇത് തന്നെയാണ്. As long as NTA is there, we will be on the streets resisting it. As long as Dharmendra Pradhan is staying put on his seat, we will be resisting it on the streets. നമ്മളിപ്പോ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരെ ഖാലിസ്ഥാനി എന്ന് വിളിക്കും. JNUവിലെ വിദ്യാർത്ഥികൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരെ ഓപ്പൺ നക്സൽ എന്ന് വിളിക്കും. വിദ്യാർത്ഥികൾ ഇപ്പൊ തെരുവിൽ ഇറങ്ങിയപ്പോൾ അവര് ടെററിസ്റ്റ് ആയി. അപ്പൊ ഈ ലേബിളിംഗ്, ഗവൺമെന്റ് ഒരു സ്ട്രാറ്റജിക് ലേബിളിംഗ്, ഇത് നമുക്ക് പുതിയതല്ല. ഇത് കാലങ്ങളോളം അവര് ഒരു അതറൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ലേബിളിംഗ് അവരുടെ ഒരു മെയിൻ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജീസിൽ നമ്മൾ തള്ളാൻ പോകുന്നില്ല. വിദ്യാർത്ഥികൾക്കറിയാം അവർ ഈ കൺട്രിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ തെരുവിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നത്. ഈ യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഈ കൺട്രീനെ ഇനി മുന്നോട്ട് നയിക്കേണ്ടത്. ആ ഒരു വിദ്യാർത്ഥികൾക്ക് മേലെ തന്നെയാണ് ഈ ഒരു അറ്റാക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഞാൻ 2 വർഷം മുമ്പ് എഴുതിയ എക്സാം ക്യാൻസൽ ചെയ്ത് ഈ NTA ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഈ കാലത്ത് നീറ്റിന്റെ പരീക്ഷ ലീക്കാക്കിയതും അതിനെ ക്യാൻസൽ ചെയ്തതും ഈ NTA പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വർഷങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്ന പേപ്പർ ലീക്ക്, പേപ്പർ ക്യാൻസലേഷൻ, പേപ്പർ സെല്ലിംഗ്, ഇതൊക്കെ കണ്ടിട്ടും ഈ ഗവൺമെന്റ് ഈ NTAനെ ഇത്രയധികം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും മുന്നോട്ട് വരുന്നതാണ് നമ്മൾ വിദ്യാർത്ഥികൾ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് എത്രത്തോളം ആൻസർ ഇന്ന് വഴുതി മാറാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ടെററിസ്റ്റ് എന്നും ബാക്കി ലേബിൾസും വിളിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തളരാൻ പോകുന്നതില്ല. SFIയും ബാക്കി വിദ്യാർത്ഥി ഓർഗനൈസേഷന്റെ നിലപാട് ഇത് തന്നെയാണ്. As long as Dharmendra Pradhan is on his seat, we will be on the street. As long as National Torture Agency is existing in this country, we will be on the street to resist it. ദില്ലി സംസ്ഥാന കമ്മിറ്റിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മരവിപ്പിച്ചതും ഈ ഒരു സാഹചര്യത്തിലാണ്. പ്രതിഷേധങ്ങളെ കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നു എന്നത് തന്നെയല്ലേ ഇതിലൂടെ? അതെ, നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ CJPയുടെ അക്കൗണ്ട് അവർ റദ്ദാക്കി. ഇന്നലെ ഇറങ്ങിയ ഒരു മൂവി, പഞ്ചാബി മൂവി, അതിനെ Zee ചാനലിൽ നിന്ന് അവർ മാറ്റേണ്ട ഒരു ഇത്. അപ്പോൾ ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഏതൊരു വോയിസ് ഉണ്ടെങ്കിലും, അവരുടെ ക്രിട്ടിക്കലായിട്ട് അവരെ അനലൈസ് ചെയ്യുന്ന ഏതൊരു വോയിസ് ഉണ്ടെങ്കിലും, ഡിസെൻറ്റിംഗ് ആയിട്ടുള്ള ഏതൊരു വോയിസ് ഉണ്ടെങ്കിലും അവരെ UAPA ചുമത്തി ഈതർ ജയിലിൽ അടയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട്, അത് നമ്മൾ പണ്ടും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഒരേ ഒരു റെസ്പോൺസ് അതിന് പറയാൻ പറ്റുള്ളൂ. വി വിൽ ബി ഓൺ ദ സ്ട്രീറ്റ് ആൻഡ് വി വിൽ ബി ഓൺ ദ സോഷ്യൽ മീഡിയ. നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എത്ര കർബ് ചെയ്യാൻ ഈ സർക്കാർ ശ്രമിച്ചാലും സ്റ്റുഡൻസ് വോയിസസ് വിൽ ബി ഓൾവേസ് റെപ്രസെൻറ്റഡ്. ആ സ്റ്റുഡൻസിൻ്റെ വോയിസും അവരുടെ കൺസേൺസും റേസ് ചെയ്യാൻ വേണ്ടിയാണ് SFI പോലത്തെ ഒരു വിദ്യാർത്ഥി സംഘടന ഇവിടെ രൂപകൊണ്ടുവന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എപ്പോഴൊക്കെയോ ക്രൈസിസിലാണോ, അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരാനുള്ളത്, ആ വോയിസസിനൊക്കെ മുന്നോട്ട് തന്നെ കൊണ്ടുവന്ന് SFI ഈ സ്ട്രീറ്റ്സിൽ തന്നെ ഉണ്ടാവും തന്നെയാണ് നമ്മുടെ റെസ്പോൺസ്.